നമസ്കാരം. പണം വൈകിയാൽ ബന്ധുക്കളുടെ വിരളറുത്ത് പാഴ്സലാക്കുന്ന ക്രൂരൻ, ഗുരുവിനെ വെടിവെച്ച് കൊന്ന തുടക്കം. കൊള്ളയും കൊലയുമായി 100ഓളം കേസുകൾ, ഒപ്പം തോക്കെടുത്ത 3ാം ഭാര്യയും. പൂജാരിയാവേണ്ട പാവം പാൽക്കാരൻ പയ്യൻ കൊള്ളത്തലവനായതെങ്ങനെ? ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു. അവസാനത്തെ ചമ്പൽ രാജാവ് ജഗൻ ഗുർജാറിൻ്റെ കഥ. ഉത്തരേന്ത്യയിലെ ചോരക്കറ പുരണ്ട മലയിടുക്കുകളായ ചമ്പൽ കാടുകളിലെ കൊള്ളക്കാരുടെ കഥ കേരളത്തിലടക്കം ഏറെ പ്രശസ്തമാണ്. ഫൂലൻ ദേവിയും മാധവ് സിംഗും ഭരിച്ച അതേ ചമ്പലിൽ 2 പതിറ്റാണ്ടോളം സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത കുപ്രസിദ്ധ കൊള്ളക്കാരനായിരുന്നു ജഗൻ ഗുർജാർ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ പോലീസിന് തലവേദനയായിരുന്ന ജഗൻ ഗുർജാറിൻ്റെ കഥ ഒടുവിൽ അജ്മീർ അതിസുരക്ഷാ ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു സഹതടവുകാരൻ്റെ കൈകളാൽ അവസാനിച്ചു എന്ന വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്. ഇതോടെ അവസാനത്തെ ചമ്പൽ രാജാവും യാത്രയായി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ എഴുതുന്നത്. തർക്കത്തിനൊടുവിൽ വിഷ്ണു എന്ന സഹതടവുകാരൻ ജഗനെ ഒരു തൂവാല ഉപയോഗിച്ച് പുറകിൽ നിന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സഹോദരിയെക്കുറിച്ച് ജഗൻ നടത്തിയ ചില പരാമർശങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ഇടയിൽ തടവുകാരെ സെല്ലിൽ പൂട്ടിയിടുന്ന സമയത്താണ് സംഭവം നടന്നത്. 3 മണിക്ക് സെല്ല് തുറക്കാൻ ജയിൽ ജീവനക്കാരൻ എത്തിയപ്പോഴാണ് ജഗനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് തൊട്ടു മുമ്പ് ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ലൂഡോ കളിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരം. 3 സംസ്ഥാനങ്ങളിലായി കൊലപാതകം, കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, ഗുണ്ടാപിരിവ് ഉൾപ്പെടെ 100-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ. രാജസ്ഥാനിലെ ധോൽപൂർ കേന്ദ്രീകരിച്ച് ചമ്പൽ കാടുകളിൽ 2 പതിറ്റാണ്ടോളം ഭീകരത സൃഷ്ടിച്ച കൊള്ളസംഘത്തിന്റെ തലവനായിരുന്നു ജഗൻ. പിടികൂടാൻ മുൻപ് പോലീസ് 11 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 50ഓളം പേരുടെ മരണത്തിനും ഇയാൾ ഉത്തരവാദിയാണ്. അസാധാരണമായ ഒരു ജീവിതമാണ് ജഗൻ്റേത്. ഒരു പൂജാരിയുടെ മകനായ ഒരു പാവം പാൽക്കാരൻ പയ്യനായി തുടങ്ങിയ അയാൾ പിന്നീട് ക്രൂരനായ ചമ്പൽ കൊള്ളക്കാരനാവുകയായിരുന്നു. ജഗൻ ഗുർജാറിൻ്റെ ബാല്യകാലം വളരെ സാധാരണമായിരുന്നു. കൃത്യമായ ജനന തീയതി ഔദ്യോഗിക രേഖകളിൽ ലഭ്യമല്ല. എങ്കിലും മരിക്കുമ്പോൾ ഇയാൾക്ക് 50 വയസ്സായിരുന്നുവെന്നാണ് പോലീസ് രേഖകൾ വ്യക്തമാക്കുന്നത്. ജനിച്ചത് 1975-76 കാലഘട്ടത്തിലാണെന്ന് കണക്കാക്കാം. രാജസ്ഥാനിലെ ധോൽപൂർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഇയാൾ ജനിച്ചു വളർന്നത്. പിതാവ് ശിവചരൺ ഗുർജാർ ഗ്രാമത്തിലെ പ്രാദേശിക ക്ഷേത്രമായ ബാബു മഹാരാജ് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നതിന് മുൻപ് ജഗൻ ഗുർജാർ ഒരു പാൽ വിൽപ്പനക്കാരനായിരുന്നു. ധോൽപൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിൽ പാൽ എത്തിച്ചു നൽകുന്ന തികച്ചും സാധാരണക്കാരനായ ഒരു യുവാവായിരുന്നു ഇയാൾ. ഗുർജാർ എന്നത് ഒരു ജാതി പേരാണ്. ഇതും രാജസ്ഥാനിലെ ഗുജ്ജാറുകളും ഒന്നു തന്നെയാണ്. ഭാഷാപരമായ ഉച്ചാരണ വ്യത്യാസം മാത്രം. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ളവർ സാധാരണയായി ഗുർജാർ എന്ന് ഉപയോഗിക്കുമ്പോൾ ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ മേഖലകളിലുള്ളവർ ഗുജ്ജാർ എന്നാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. കൊള്ളക്കാരനായ ജഗൻ്റെ കുടുംബം രാജസ്ഥാനിലെ ധോൽപൂർ സ്വദേശികളായതിനാലാണ് ഇയാളുടെ പേരിനൊപ്പം ഗുർജാർ എന്ന് ചേർത്ത് വിളിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം സംസ്ഥാനങ്ങളുടെയും നിയമപ്രകാരം ഇവർ മറ്റ് പിന്നോക്ക വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. കന്നുകാലി വളർത്തൽ, പാൽ വിൽപ്പന, കൃഷി എന്നിവയാണ് ഈ സമുദായത്തിൻ്റെ പരമ്പരാഗത തൊഴിലുകൾ. രാജസ്ഥാനിൽ തങ്ങൾക്ക് ST പദവി വേണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഗുർജാർ സമുദായം നടത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് രാജസ്ഥാൻ സർക്കാർ ഇവരെ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് എന്ന പ്രത്യേക പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സംവരണം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ പൊതുവെ ബ്രാഹ്മണരാണ് പൂജ ചെയ്യുകയെങ്കിലും ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ഇതിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഗ്രാമങ്ങളിൽ ജനങ്ങൾ ആരാധിക്കുന്ന ഭൂരിഭാഗം ദൈവങ്ങളും നാട്ടുദൈവങ്ങളാണ്. ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും വീരന്മാരോ ജനങ്ങളെ സഹായിച്ച പുണ്യപുരുഷന്മാരോ ഒക്കെയാണ് പിന്നീട് നാട്ടുദൈവങ്ങളായി മാറുന്നത്. ഇത്തരം ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരല്ല പൂജ ചെയ്യുക. ഏത് സമുദായത്തിൽപ്പെട്ട ആളാണോ നാട്ടുദൈവമായി മാറിയത് ആ സമുദായത്തിലെ വ്യക്തികൾ തന്നെയായിരിക്കും ആ ക്ഷേത്രത്തിലെ പൂജാരിമാർ. ഇവരെ ഭഗത് അല്ലെങ്കിൽ പൂജാരി എന്നാണ് വിളിക്കുക. ഗുർജാറിൻ്റെ പിതാവ് ശിവചരൺ ഗുർജാർ പൂജ ചെയ്തിരുന്നത് ധോൽപൂരിലെ ബാബു മഹാരാജ് ക്ഷേത്രത്തിലായിരുന്നു. ബാബു മഹാരാജ് എന്നത് രാജസ്ഥാനിലെ ഗുർജാർ സമുദായക്കാർക്കിടയിൽ വലിയ രീതിയിൽ ആരാധിക്കപ്പെടുന്ന ഒരു നാട്ടുദൈവമാണ്. ഇദ്ദേഹം ഗുർജാർ സമുദായത്തിൽപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നുവെന്നാണ് വിശ്വാസം. ഈ പശ്ചാത്തലത്തിലാണ് ബ്രാഹ്മണൻ അല്ലാതിരുന്നിട്ടും ശിവചരൺ ഗുർജാറിന് ആ ക്ഷേത്രത്തിലെ പൂജാരിയാകാൻ കഴിഞ്ഞത്. അടുത്ത പൂജാരിയാകേണ്ടിയിരുന്ന അയാളുടെ മകൻ ജഗനാണ്. പക്ഷേ നാടിനെ വിറപ്പിച്ച കൊള്ളക്കാരനാകാനായിരുന്നു അയാളുടെ നിയോഗം. 1994 ജഗന് ഏകദേശം 19 അല്ലെങ്കിൽ 20 വയസ്സുള്ളപ്പോൾ പിതാവ് ശിവചരൺ ഗുർജാർ പൂജ ചെയ്തിരുന്ന ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങൾ പ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു. ഈ സംഭവത്തിൻ്റെ തുടർച്ചയാണ് ജഗനെ ചമ്പൽക്കാട്ടിലെത്തിച്ചത്.
നാട്ടുദൈവമായ ബാബു മഹാരാജന്റെ ക്ഷേത്രത്തിൽ നടന്ന ഒരു പ്രത്യേക പൂജയ്ക്ക് ശേഷം പ്രസാദം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങിയത്. ഗ്രാമത്തിലെ ചില സ്വാധീനമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് പ്രസാദം നൽകുന്നതിൽ മുൻഗണന വേണമെന്നും തങ്ങൾ പറയുന്ന രീതിയിൽ മാത്രമേ വിതരണം ചെയ്യാവൂ എന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രസാദം വിതരണം ചെയ്യാനായിരുന്നു പൂജാരിയായ ശിവചരൺ ഗുർജാറിന്റെ തീരുമാനം. തങ്ങളുടെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന പൂജാരിയോട് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾക്കും ഗ്രാമത്തിലെ പ്രബലർക്കും കടുത്ത ദേഷ്യം തോന്നി. അവർ ക്ഷേത്രത്തിൽ വെച്ച് ഭക്തജനങ്ങളുടെ മധ്യത്തിൽ ശിവചരണിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തു. ഒരു സാധാരണ പാൽ കച്ചവടക്കാരനും പൂജാരിയുമായ ഇയാൾക്ക് തങ്ങളെ എതിർക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന രീതിയിലായിരുന്നു അവരുടെ അധിക്ഷേപങ്ങൾ. തൻ്റെ പിതാവിനെ നാട്ടുകാരുടെ മുന്നിലിട്ട് അപമാനിച്ച വാർത്തയറിഞ്ഞ് 20-കാരനായ ജഗൻ ഗുർജാർ കോപാകുലനായി. അയാൾ നേരെ ക്ഷേത്രത്തിലേക്ക് വരികയും പിതാവിനെ അപമാനിച്ച കമ്മിറ്റി അംഗങ്ങളെയും മറ്റ് പ്രബലരെയും അവിടെയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അടിപിടിയെ തുടർന്ന് പരിക്കേറ്റവർ പോലീസിൽ പരാതി നൽകി. പിടികൂടാൻ പോലീസ് ഗ്രാമത്തിലേക്ക് എത്തിയതോടെ ജഗൻ അറസ്റ്റ് ഭയന്ന് ചമ്പൽക്കാടുകളിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ പ്രബലർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തൂക്കുമായി ഇറങ്ങിയ ജഗൻ ഗുർജാർ പിന്നീട് ചമ്പൽക്കാടുകളിലെ കൊള്ള സംഘങ്ങളുടെ ഭാഗമാവുകയും സ്വന്തമായി വലിയൊരു ക്രിമിനൽ സംഘം കെട്ടിപ്പടുക്കുകയുമാണ് ഉണ്ടായത്. പിതാവിനെ അപമാനിച്ചവരെ മർദ്ദിക്കുന്ന സമയത്ത് ജഗൻ ഗുർജാറിന്റെ പേരിൽ മറ്റ് ക്രിമിനൽ കേസുകളോ പശ്ചാത്തലമോ ഉണ്ടായിരുന്നില്ല. അതുവരെ അദ്ദേഹം ഗ്രാമത്തിൽ തികച്ചും ശാന്തനായിട്ടാണ് ജീവിച്ചിരുന്നത്. ഗ്രാമങ്ങളിൽ പാൽ വിറ്റ് നടന്നിരുന്ന, ആരോടും വലിയ തർക്കങ്ങൾക്കൊന്നും പോകാത്ത ഒരു സാധാരണ യുവാവായിരുന്നു ഇയാളെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ തൻ്റെ പിതാവിനെ നാട്ടുകാരുടെ മുന്നിലിട്ട് പരസ്യമായി അധിക്ഷേപിച്ചപ്പോൾ ഉണ്ടായ വൈകാരികമായ പ്രകോപനമാണ് ഇയാളെ അക്രമത്തിലേക്ക് നയിച്ചത്. ആ ഒരൊറ്റ സംഭവം തുടർന്നുള്ള പോലീസ് ഭയവുമാണ് ഒരു സാധാരണ പാൽക്കാരനെ പിന്നീട് ചമ്പലിലെ ഏറ്റവും ക്രൂരനായ കൊള്ളക്കാരനാക്കി മാറ്റിയത്. 20 വയസ്സുകാരനായ ജഗൻ ചമ്പൽക്കാടുകളിലേക്ക് ഇറങ്ങാനുള്ള കാരണം അവർക്ക് അക്കാലത്തുണ്ടായിരുന്ന റോബിൻഹുഡ് പരിവേഷം കൂടിയായിരുന്നു. അവരെ ആരും കൊള്ളക്കാർ എന്ന് വിളിച്ചിരുന്നില്ല. പകരം ബാഗി അഥവാ വിമതർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഉയർന്ന ജാതിക്കാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ആയുധമെടുത്തവരായിരുന്നു ഭൂരിഭാഗം കൊള്ളക്കാരും. തങ്ങളുടെ സ്വന്തം ജാതിയിലുള്ള ഗ്രാമീണർക്ക് ഇവർ കാവൽക്കാരായി നിന്നു. ധനികരെയും പ്രബലരെയും കൊള്ളയടിച്ച് കിട്ടുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഇവർ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനും അസുഖങ്ങൾക്കും കൃഷി ആവശ്യത്തിനും നൽകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമീണർ പോലീസിന് വിവരം നൽകാതെ ഈ കൊള്ളക്കാരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. ഫൂലൻ ദേവി അടക്കമുള്ള ചമ്പൽ കൊള്ളക്കാരുടെ കഥകൾ കേട്ട് വളർന്ന തലമുറയിലാണ് ജഗൻ വരുന്നത്. ഫൂലൻ ആയുധം വെച്ച് കാടിറങ്ങിയ അതേ വർഷമാണ് ജഗൻ എന്ന 20-കാരൻ മറ്റൊരു കാരണത്താൽ ചമ്പൽ കാടുകളിലേക്ക് തോക്കുമായി കയറിയത്. ഫൂലൻ ദേവി ചമ്പൽക്കാടുകളിൽ സജീവമായിരുന്നത് 1979 മുതൽ 1983 വരെയാണ്. 1981 അവർ നടത്തിയ കുപ്രസിദ്ധമായ ബഹ്മായി കൂട്ടക്കൊലയ്ക്ക് ശേഷം 1983 ഫെബ്രുവരിയിൽ അവർ മധ്യപ്രദേശ് സർക്കാരിന് മുന്നിൽ കീഴടങ്ങി. 11 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 1994 ഫെബ്രുവരിയിലാണ് ഫൂലൻ ദേവി മോചിതയായത്. പിന്നീട് അവർ രാഷ്ട്രീയത്തിലിറങ്ങുകയും MP ആവുകയും ചെയ്തു. ധോൽപൂർ ഉൾപ്പെടുന്ന ചമ്പൽ നദീതടം ഭൂമിശാസ്ത്രപരമായി വൻ മലയിടുക്കുകളും കൊടുങ്കാടുകളും നിറഞ്ഞതാണ്. നൂറ്റാണ്ടുകളായി നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്ന കുറ്റവാളികളുടെ പ്രധാന ഒളിത്താവളം കൂടിയായിരുന്നു ഇത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ ചമ്പൽക്കാടുകളിൽ സംഗമിക്കുന്നു. ഒരു സംസ്ഥാനത്തെ പോലീസ് തിരയുമ്പോൾ കാട്ടിലൂടെ അടുത്ത സംസ്ഥാനത്തേക്ക് എളുപ്പത്തിൽ കടക്കാം. പിതാവിനെ അപമാനിച്ചവരെ തല്ലിയതിനു ശേഷം പോലീസ് ജഗനെ തിരഞ്ഞ് ഗ്രാമത്തിലെത്തി. കീഴടങ്ങിയാൽ ക്രൂരമായ പോലീസ് മർദ്ദനവും ജയിൽവാസവും അനുഭവിക്കേണ്ടി വരുമെന്ന് ജഗൻ ഭയന്നു. ആ സമയത്ത് രക്ഷപ്പെടാൻ ധോൽപൂരിലെ ഏതൊരു യുവാവും തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു സ്വാഭാവിക താവളം തൊട്ടടുത്തുള്ള ചമ്പൽക്കാടുകളായിരുന്നു. 1990കളിൽ ചമ്പലിൽ കൊള്ളസംഘങ്ങൾ വളരെ സജീവമായിരുന്നു. 1970കളിലും 80കളിലും ഉണ്ടായിരുന്ന വലിയ കൊള്ളസംഘങ്ങൾ പലതും ഇല്ലാതായിരുന്നെങ്കിലും 90കളിൽ പുതിയ ചെറുകിട ഗ്യാങ്ങുകൾ അവിടെ രൂപപ്പെട്ടു. പഴയ കാലത്തെ പോലെ ഗ്രാമങ്ങൾ മൊത്തമായി കൊള്ളയടിക്കുന്ന ശൈലിയിൽ നിന്ന് മാറി 90കളിൽ പഗട്ട്, അതായത് തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം വാങ്ങുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗം. ജഗൻ കാട്ടിലെത്തുമ്പോൾ മോഹൻ ഗുർജാർ, നിർഭയ് സിംഗ് ഗുർജാർ, ബാബുറാം ഗഡാരിയ തുടങ്ങിയവരുടെ ക്രൂരമായ കൊള്ളസംഘങ്ങൾ ആ മേഖല ഭരിച്ചിരുന്നു. ചമ്പൽ കാടുകളിലെത്തിയ ജഗൻ അക്കാലത്തെ കുപ്രസിദ്ധ കൊള്ളക്കാരനായ മോഹൻ ഗുർജാറിൻ്റെ സംഘത്തിൽ ചേർന്നു. കുറച്ചു കാലത്തിന് ശേഷം മോഹൻ ഗുർജാറിൻ്റെ ബന്ധുക്കൾ ജഗൻ്റെ സഹോദരി ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. ഇതിനു പിന്നിൽ വ്യക്തിപരമായ ചില തർക്കങ്ങളും ചമ്പൽക്കാടുകളിലെ ആധിപത്യവുമായി ബന്ധപ്പെട്ട കാരണങ്ങളും ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരി ഭർത്താവിനെ കൊന്ന പ്രതികളെ വിട്ടുതരണമെന്ന് ജഗൻ മോഹൻ ഗുർജാറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ ഗ്യാങ്ങിലെ പ്രധാനിയും ബന്ധുക്കളുമായ ആ കൊലപാതകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മോഹൻ സ്വീകരിച്ചത്. തന്നെ വിശ്വസിച്ച് കൂടെ കഴിഞ്ഞിട്ടും തൻ്റെ കുടുംബാംഗത്തെ കൊന്നവരോട് മോഹൻ ഗുർജാർ മൃദു സമീപനം കാണിച്ചത് ജഗന് വലിയ ചതിയായി തോന്നി. അയാൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്ന് ജഗൻ തൻ്റെ സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയ പ്രതികളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത തൻ്റെ ഗുരു മോഹൻ ഗുർജാറിനെയും ഒരേപോലെ വെടിവെച്ചു കൊന്നു. ഈ ഇരട്ട പ്രതികാരത്തോടെയാണ് ജഗൻ മോഹൻ്റെ ഗ്യാങ് പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതും ചമ്പലിലെ പുതിയ തലവനായി സ്വയം പ്രഖ്യാപിക്കുന്നതും. പിന്നീട് അയാൾ വലിയ തോതിൽ തട്ടിക്കൊണ്ടുപോകലും കൊള്ളയും നടത്തി ചമ്പലിലെ ഏറ്റവും ക്രൂരനായ കൊള്ളക്കാരനായി മാറുകയായിരുന്നു.
3 പതിറ്റാണ്ടോളം ചമ്പൽ മേഖലയിൽ ഇയാൾ നടത്തിയ കൊലകളുടെയും കൊള്ളകളുടെയും വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ജഗൻ ഗുർജാറിന്റെ പേരിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 100-ലധികം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില രേഖകളിൽ അത് 128 വരെയാണ്. ഇയാൾ കൃത്യമായി എത്ര പേരെ കൊലപ്പെടുത്തി എന്നതിന് ഔദ്യോഗികമായി ഒരു നിശ്ചിത സംഖ്യ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 50ഓളം പേർ എന്ന ഒരു ഏകദേശ കണക്ക് പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ ഒന്നിനും തെളിവില്ല. 1990കളുടെ അവസാനത്തിലും 2000ന്റെ തുടക്കത്തിലും ധനികരായ വ്യാപാരികൾ, ഭൂ ഉടമകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ പാർപ്പിക്കുന്നത് ജഗന്റെ പ്രധാന വിനോദമായിരുന്നു. ആവശ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് രൂപ മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ തടവിലാക്കപ്പെട്ടവരുടെ വിരലുകൾ മുറിച്ചെടുക്കുകയോ അവരെ ക്രൂരമായി കൊലപ്പെടുത്തി കാട്ടിൽ തള്ളുകയോ ചെയ്യുമായിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ പോലീസുമായി നിരവധി തവണ ജഗന്റെ സംഘം നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. വലിയ തോതിൽ കൊള്ളയും കൊലയും നടത്തിയിരുന്നെങ്കിലും കൃത്യമായ തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവം കാരണം ഏകദേശം 70ഓളം കേസുകളിൽ ഇയാൾ പിന്നീട് കോടതിയിൽ നിന്ന് വിടുതൽ നേടിയിരുന്നു. ഭയം കാരണം സാക്ഷികളാരും ഇയാൾക്കെതിരെ മൊഴി നൽകാൻ തയ്യാറാകാതിരുന്നതാണ് ഇതിന് കാരണം. 2019 ജൂണിൽ ധോൽപൂരിലെ ബെരി മേഖലയിൽ വെച്ച് ഇയാളും സംഘവും 2 സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി പരസ്യമായി അപമാനിക്കുകയും ചെയ്തത് അയാളുടെ കുഴി തോണ്ടി. ചമ്പൽ കൊള്ളക്കാർ സ്ത്രീകളെ ഉപദ്രവിക്കില്ല എന്നൊരു പൊതു തത്വമുണ്ടായിരുന്നു. എന്നാൽ ജഗൻ ഇത് ലംഘിച്ചു. ആ ഗ്രാമത്തിലെ ഒരു കുടുംബവുമായി അയാൾക്ക് വ്യക്തിപരമായ ശത്രുതയും പണമിടപാട് സംബന്ധിച്ച തർക്കങ്ങളും ഉണ്ടായിരുന്നു. 2019 ജൂൺ 12 രാത്രി ജഗനും സംഘവും തോക്കുകളുമായി ഈ കുടുംബത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. വീട്ടിലെ പുരുഷന്മാരെ തോക്കിന് മുന്നിൽ നിർത്തി അവിടെയുണ്ടായിരുന്ന വീട്ടമ്മയും മരുമകളെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുടുംബത്തെയും ഗ്രാമീണരെയും ഭയപ്പെടുത്തുന്നതിനായി ഇയാൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അവരെ ആ അവസ്ഥയിൽ ഗ്രാമത്തിലൂടെ വലിച്ചിഴച്ച് പരസ്യമായി അപമാനിക്കുകയും ചെയ്തു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകളിലും ഇരകളുടെ കുടുംബം നൽകിയ ഔദ്യോഗിക പരാതിയിലും ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമം നടന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തങ്ങളെ എതിർക്കുന്നവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കുന്നതിലൂടെ ആ കുടുംബത്തിന് അഭിമാനം തകർക്കുക എന്നതായിരുന്നു ജഗന്റെയും സംഘത്തിൻ്റെ ലക്ഷ്യം. ചമ്പലിലെ പരമ്പരാഗത കൊള്ളസംഘങ്ങൾ, ഉദാഹരണത്തിന് മാധോ സിംഗ്, മോഹൻ സിംഗ് തുടങ്ങിയ പഴയകാല നേതാക്കൾ സ്ത്രീകളെ മാതാവായി കാണണമെന്ന കർശന നിയമം പാലിച്ചിരുന്നു. എന്നാൽ ജഗൻ ഈ ഗ്രാമീണ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സ്ത്രീകളെ ക്രൂരമായി അപമാനിച്ചതോടെ ചമ്പൽ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ഇയാൾക്കുണ്ടായിരുന്ന റോബിൻഹുഡ് ഇമേജ് പൂർണ്ണമായി തകർന്നു. സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ പോലും ഇയാൾക്കെതിരെ തിരിയുകയും വലിയ ജനരോഷം ഉണ്ടാവുകയും ചെയ്തതോടെയാണ് രാജസ്ഥാൻ പോലീസ് ഇയാളെ പിടികൂടാൻ അതിശക്തമായ തിരച്ചിൽ ആരംഭിച്ചതും ഇയാളെ പിടികൂടാൻ 500-ലധികം പോലീസുകാരെ വിന്യസിച്ചതും. ഒടുവിൽ ഭയന്ന് ഇയാൾക്ക് പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരികയായിരുന്നു. രാഷ്ട്രീയക്കാരെയും ജഗൻ നിരന്തരം ഭീഷണിപ്പെടുത്തി. 2008 ഗുജ്ജാർ സംവരണ സമരകാലത്ത് അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയുടെ ധോൽപൂരിലെ കൊട്ടാരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുമെന്ന് ജഗൻ പരസ്യമായി ഭീഷണി മുഴക്കി. സമുദായത്തോടുള്ള വൈകാരികമായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമായിരുന്നു ഈ നടപടി. ഗുജ്ജാർ സമുദായത്തിന് ST പദവി നൽകണമെന്നാവശ്യപ്പെട്ട് കേണൽ കിരോരി സിംഗ് ബെയിൻസ്ലെയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായപ്പോൾ അടിച്ചമർത്താൻ വസുന്ധര രാജയുടെ BJP സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ബയാന, ദൗസ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസ് നടത്തിയ വെടിവയ്പിൽ 80-ലധികം ഗുജ്ജാർ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു. ഇത് രാജസ്ഥാനിലെ ഗുജ്ജാർ സമുദായത്തിനിടയിൽ വസുന്ധര രാജ സർക്കാരിനെതിരെ കടുത്ത അമർഷവും രോഷവും ഉണ്ടാക്കി. ചമ്പൽക്കാടുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ജഗൻ ഗുർജാർ ഈ സാഹചര്യം മുതലെടുക്കാൻ തീരുമാനിച്ചു. സമുദായത്തെ സംരക്ഷിക്കാൻ തനിക്ക് മാത്രമേ സാധിക്കൂ എന്ന് കാണിക്കാനും ചമ്പലിലെ വെറും ഒരു കൊള്ളക്കാരൻ എന്ന ഇമേജിൽ നിന്ന് മാറി സമുദായത്തിന്റെ രക്ഷകൻ എന്ന പദവി നേടിയെടുക്കാനും ഇയാൾ ആഗ്രഹിച്ചു. വസുന്ധര രാജയുടെ ഭർതൃകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചരിത്രപ്രസിദ്ധമായ രാജ്നിവാസ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ജഗൻ ഗുർജാറിന്റെ സ്വന്തം തട്ടകമായ ധോൽപൂരിലാണ്. തന്റെ കൺമുന്നിലുള്ള മുഖ്യമന്ത്രിയുടെ ഈ കൊട്ടാരം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അത് സർക്കാരിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന് ജഗൻ അറിയാമായിരുന്നു. സമുദായത്തിൽപ്പെട്ടവരെ കൊന്നൊടുക്കിയാൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം നാട്ടിൽ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് ഇയാൾ ഇതിലൂടെ നൽകിയത്. ഈ ഒരൊറ്റ ഭീഷണിയോടെ ജഗൻ ഗുർജാർ പ്രാദേശിക കൊള്ളക്കാരൻ എന്ന നിലയിൽ നിന്ന് മാറി ഇന്ത്യയിലുടനീളം വലിയ വാർത്താ പ്രാധാന്യം നേടി. മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണിയായതോടെ രാജസ്ഥാൻ പോലീസ് ഇയാളെ പിടികൂടാൻ 11 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും വലിയ തോതിലുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പോലീസ് വലയിലായ ജഗൻ ഒടുവിൽ 2009 അന്നത്തെ യുവ കോൺഗ്രസ് നേതാവായിരുന്ന സച്ചിൻ പൈലറ്റിന് മുന്നിൽ ആയുധം വെച്ച് പരസ്യമായി കീഴടങ്ങിയായിരുന്നു. ഇദ്ദേഹവും ഗുജ്ജാർ സമുദായക്കാരനാണ്. 2009 ജനുവരിയിൽ കീഴടങ്ങിയ ശേഷം ജഗൻ ഗുർജാർ ഏതാനും വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞു. ജയിൽ മോചിതനായ ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ജഗൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനായി ഇയാൾ രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇയാൾ തന്റെ ഭാര്യമാരിൽ ഒരാളെ ധോൽപൂർ മേഖലയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. എന്നാൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. ഈ രാഷ്ട്രീയ പരാജയവും അതോടൊപ്പം നേരിട്ട വലിയ സാമ്പത്തിക നഷ്ടവും ഇയാളെ മാനസികമായി തളർത്തി. ജാമ്യത്തിലിറങ്ങി നാട്ടിൽ കഴിയുമ്പോൾ പഴയ ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണിയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ജഗൻ നേരിട്ടു. ഒപ്പം ജീവിക്കാൻ മറ്റ് തൊഴിലുകളോ വരുമാന മാർഗങ്ങളോ ഉണ്ടായിരുന്നതുമില്ല. അധികാരവും പണവും തിരികെ പിടിക്കാനുള്ള ഒരേയൊരു വഴി വീണ്ടും ആയുധമെടുക്കുക എന്നതാണ് ഇയാൾ തിരിച്ചറിഞ്ഞു. ഇതേ തുടർന്ന് 2017 ഇയാൾ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും ചമ്പൽ കാടുകളിലേക്ക് ഒളിവിൽ പോവുകയും പുതിയ സംഘം രൂപീകരിച്ച് കൊള്ളയും ഗുണ്ടാപ്പിരിവും പുനരാരംഭിക്കുകയും ഉണ്ടായി.
ജഗൻ ഗുർജാറിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇയാൾ കാട്ടിലേക്ക് പോവുക, പോലീസിനെ വെല്ലുവിളിക്കുക, ഒടുവിൽ സമ്മർദ്ദത്തിലാകുമ്പോൾ കീഴടങ്ങുക, ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യം ചെയ്യുക എന്നതൊരു ശൈലിയാണ് പിന്തുടർന്നിരുന്നത്. 2001 ധോൽപൂർ SP മുന്നിൽ ആദ്യമായി കീഴടങ്ങി, ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊള്ള തുടങ്ങി. 2019 സച്ചിൻ പൈലറ്റിന് മുന്നിൽ കീഴടങ്ങി. 2017 ജാമ്യത്തിലിറങ്ങി വീണ്ടും കാട് കയറി. 2018 പോലീസ് സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും കീഴടങ്ങി. പിന്നീട് പുറത്തിറങ്ങി 2019 സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ വീണ്ടും അറസ്റ്റിലായി. 2022 ഫെബ്രുവരിയിൽ അന്നത്തെ കോൺഗ്രസ് MLA ആയിരുന്ന ഗിരിരാജ് സിംഗ് മല്ലികയെ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ജഗൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് അവസാനത്തെ അറസ്റ്റുണ്ടായത്. 2022 ജനുവരിയിൽ ജഗൻ ഗുർജാർ ധോൽപൂരിലെ ബാരി മാർക്കറ്റിലെത്തി ചില കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തുകയും കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭയം സൃഷ്ടിക്കാൻ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. വ്യാപാരികൾ ഈ വിഷയത്തിൽ പ്രാദേശിക MLA ആയ ഗിരിരാജ് സിംഗ് മലിംഗയെ കണ്ട് പരാതിപ്പെട്ടു. മലിംഗ ഇടപെട്ട് കച്ചവടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകി. ഇതാണ് ജഗനെ ചൊടിപ്പിച്ചത്. ഈ കേസിലാണ് ജഗൻ ഗുർജാർ അവസാനമായി അറസ്റ്റിലാകുന്നത്. 2022 ഫെബ്രുവരി 7 രാജസ്ഥാനിലെ കാരൗളി വനമേഖലയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. പോലീസ് റെക്കോർഡുകളും പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകളും അനുസരിച്ച് മുകേഷ്, മമത, കൊമേഷ് എന്നീ 3 ഭാര്യമാർ ജഗനുണ്ട്. മൂന്നാമത്തെ ഭാര്യയായ കൊമേഷ് ചമ്പൽക്കാടുകളിലെ ഒരു കുപ്രസിദ്ധ ദസ്യസുന്ദരി അഥവാ വനിതാ കൊള്ളക്കാരിയായിരുന്നു. സ്വന്തം പിതാവിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനാണ് കൊമേഷ് തോക്കുമായി ചമ്പൽക്കാടുകളിലേക്ക് ഇറങ്ങിയത്. പിന്നീട് ജഗൻ ഗുർജാറിൻ്റെ ഗ്യാങ്ങിൽ ചേരുകയും ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു. 2001 മധ്യപ്രദേശ് പോലീസുമായിട്ടുള്ള ഒരു കടുത്ത ഏറ്റുമുട്ടലിൽ കൊമേഷിന് വെടിയേറ്റു. അന്ന് പരിക്കേറ്റ കൊമേഷിനെ കാട്ടിലുപേക്ഷിക്കാൻ ജഗൻ തയ്യാറായില്ല. ഇയാൾ കൊമേഷിനെ രഹസ്യമായി ഒരു നഴ്സിംഗ് ഹോമിൽ എത്തിച്ചു. പോലീസ് അവിടെ വളഞ്ഞപ്പോൾ ജഗൻ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. കൊമേഷിന് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ താൻ കീഴടങ്ങാം. പോലീസ് അത് സമ്മതിച്ചതോടെയാണ് ജഗൻ ഗുർജാർ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത്. മറ്റൊരു ഭാര്യയായ മമതയാണ് ധോൽപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇയാൾ മത്സരിപ്പിച്ചത്. ഈ 3 ഭാര്യമാരിലായി ജഗന് 4 കുട്ടികളാണുള്ളത്. ഇയാളുടെ മരണവിവരം അറിഞ്ഞ് മകൻ ആശാറാം ഗുർജാറാണ് കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. മകളുടെ വിവാഹ സമയത്ത് ഇനി ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് ജഗൻ സത്യം ചെയ്തിരുന്നതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ കാട്ടിലെ ജീവിതവും ക്രിമിനൽ പശ്ചാത്തലവും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. ഒടുവിൽ 2026 ജൂണിൽ അജ്മീർ ജയിലിൽ വെച്ച് സഹതടവുകാരൻ്റെ കൈയാൽ കൊല്ലപ്പെടുകയും ചെയ്തു.